നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ വിക്രം ഇരുന്ന് ചേങ്ങ ചെരുവാണ്. ആ സമയത്ത് വേദ അങ്ങോട്ടേക്ക് വന്നു. വേദ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വിക്രം അതൊക്കെ ചെയ്യുന്നത്. പിന്നീട് വിക്രത്തോട് ചോദിച്ചു, അല്ല ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാവോന്ന് ചോദിച്ചു. പിന്നെ അറിയാവോന്നോ? അല്ല അതൊക്കെ എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചു. പഠിച്ചത് എങ്ങനെയാന്നോ? ഡിഗ്രി കഴിഞ്ഞ് ഞാൻ നേരെ PG കോഴ്സിന് ചേർന്ന് സെൻട്രൽ ജയിലിലേക്കാണ്. സെൻട്രൽ ജയിലിലേക്കോ? പിന്നെ അല്ലാതെ അവിടെ വെച്ച് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചാ. പിന്നെ അവിടെ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അറിയാലോ, ജയിലിലെ ജോലികൾ അറിയാലോ. സ്കിൽഡ് ജോലികൾക്കൊക്കെ 163 രൂപ ശമ്പളം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷേങ്കിൽ അല്ലാതെ നോർമൽ സ്റ്റേജിലുള്ള ക്ലീനിങ്ങിനും അതിനുമൊക്കെ വെറും 63 രൂപയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഈ പറയുന്ന സ്കിൽഡ് ആയിട്ടുള്ള ജോലികളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ അലക്സാണ്ടർ സാർ അങ്ങോട്ടേക്ക് സ്ഥലം മാറി വന്നേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അടുക്കളയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. എനിക്ക് അവിടെ ഒന്നും അറിയണ്ടായിരുന്നില്ല ചെയ്യാനൊക്കെ. പക്ഷെ റെപ്പായിച്ചാൻ ഉണ്ടായിരുന്നു. റെപ്പായിച്ചാൻ്റെ അസിസ്റ്റൻ്റായിട്ട് കൂടി. റെപ്പായിച്ചാൻ നല്ല അസലായിട്ട് കുക്ക് ചെയ്യും. അങ്ങനെ അവസാനം റെപ്പായിച്ചാനാണ് എനിക്ക് റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു. ഓഹോ, അപ്പോൾ അവിടെ കുക്കിംഗ് ആയിരുന്നല്ലേ? പിന്നെ പോരുന്നോടം വരാതെ തന്നെയായിരുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പം വേദ പറഞ്ഞു, ഓഹോ അപ്പോൾ അവിടെ സുഖമായിരുന്നല്ലേ? അതെ, പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നും ഭയങ്കര സുഖമാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ജയിലിൽ പോയി കഴിയുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് സെല്ലിനകത്തേക്ക് കയറ്റുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം 6 മണിയാകുമ്പോഴേ പുറത്തിറക്കുള്ളൂ. ആ സമയമൊക്കെ നമ്മൾ എത്രമാത്രം വേദനിക്കുമെന്നറിയോ? നല്ല നല്ല ഓർമ്മകൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ആ സമയത്തായിരിക്കും. പക്ഷെ നമുക്കൊന്ന് സന്തോഷിക്കാൻ പറ്റില്ല. കാരണം ജയിലല്ലേ. ഒരു കാരണവശാലും ആരും ജയിലിൽ കിടക്കില്ലെന്ന് ഞാൻ പറയണേ. ഇത് കേട്ടിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, എന്നിട്ടോ ആൾക്കാർക്കൊന്നും ഒരു മാറ്റം ഇല്ലോ എന്ന് പറഞ്ഞു. അതങ്ങനെയൊക്കെയാണ് വേദ. പക്ഷേ അവിടെ ചെന്ന് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ മൈൻഡൊക്കെ മാറിപ്പോവും. നമ്മൾ വല്ലാതെയായി പോകുമെന്ന് പറഞ്ഞു. നമുക്ക് ഇവിടുത്തെ പോലെ സ്വാതന്ത്ര്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്താണെന്നറിയോ? സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം ഇല്ല അവിടെ. അത് മാത്രം ഇല്ല എന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടിഞ്ഞപ്പോൾ വേദ ചോദിച്ചു, അല്ല അങ്ങനെയാണ് കുക്ക് ചെയ്യാൻ അറിയെങ്കിൽ മീൻകറി വെക്കാൻ അറിയാമെന്ന് ചോദിച്ചു. പിന്നല്ലാതെ മീൻകറിയൊക്കെ വെക്കാൻ അറിയാമെന്ന് പറഞ്ഞു. ആഹാ, എങ്കിലെന്ത് ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ റെസിപ്പി എനിക്കൊന്ന് പറഞ്ഞുതരാൻ പറയണം. റെസിപ്പിയോ? അതെന്താ, ഇപ്പം തന്നെ റെസിപ്പി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ഇതുപോലെ കുറച്ച് തേങ്ങ ചിരവി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ കുറച്ച് ചിരവേ തേങ്ങ കൈയിട്ട് വായിട്ട് തിന്നാൻ തുടങ്ങണം. ദേ അവിടെ ഇടാനും പറഞ്ഞ് വിക്രം വഴക്കുണ്ടാക്കി. അതെന്താ, തേങ്ങ എടുത്തുകൊണ്ട് കറിയുടെ ടേസ്റ്റ് പോവും? അതൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയുന്നതല്ലേ. അതിൻ്റെ തിയറി അതല്ല. ചിലപ്പോൾ തേങ്ങ എടുക്കാനായിട്ട് കൈയൊക്കെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ കൈ കൊണ്ട് കൈ മുറിയുമായിരിക്കും. പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ചുരുണ്ടുന്നല്ലേ, തേങ്ങയും തീർന്നു പോകത്തില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദ ചിരിച്ചു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അതെ ഇപ്പം ഈ തേങ്ങ ചിലവെന്ന് പോലും എന്തിനാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. എന്തിനാ? മീൻകറി ഉണ്ടാക്കാനാന്ന് പറഞ്ഞു. മീൻകറിയോ? അതെ, മീൻകറി ഉണ്ടാക്കാനാ. പിന്നെ ഞാനതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് വിക്രം റെസിപ്പി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുപോലെ കുറച്ച് തേങ്ങ എടുക്കണം, പിന്നെ അത് തേങ്ങാപ്പാൽ എടുക്കണം. അങ്ങനെ സാധാരണ നമ്മൾ മീൻകറി വെക്കുന്ന റെസിപ്പി പറഞ്ഞു കൊടുത്തു. വേറെ അത്ഭുതത്തോടു കൂടി കേട്ടിരിക്കുകയാണ്. പിന്നീട് വിക്രം പറഞ്ഞു, ഞാനിന്നേ കുറച്ച് നല്ല മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കടയിൽ നിന്ന് കുറച്ച് അപ്പവും വാങ്ങിയെന്ന് പറഞ്ഞു. ഇത് കേട്ടിരിക്കുമ്പോൾ വേദ പറഞ്ഞു, ആഹാ, ഞാൻ പ്ലാന്റേഷൻ ഓഫീസിലേക്ക് പോയ സമയത്ത് വിക്രം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? അതെ. വേദ പറഞ്ഞു, നാളെ മുതൽ എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. വിക്രം രാവിലെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുമോ? അതിനെന്താ, ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി തരാം. അതെനിക്ക് മടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞാനൊരു കുഞ്ഞ് ചോറ്റുപാത്രം മേടിച്ചിട്ടുണ്ട്. സാരില്ല, ഞാൻ പൊതിഞ്ഞ് കേട്ട് തന്നുവിടാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ജോലിക്ക് പോകുന്ന ഓർക്കുമ്പോഴാണ് വിഷമം. അതെന്താ? ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ട് വിക്രം, അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പൈസ എടുത്തുകൊണ്ട് പിടിക്കപ്പെടും. അക്കൗണ്ട് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് പൈസ എടുക്കാൻ പറ്റില്ല. നമുക്ക് ജീവിക്കാൻ തൽക്കാലത്തേക്ക് പൈസ വേണ്ടേ? അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോലി വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് പോകാമെന്ന് തീരുമാനിച്ചതെന്ന് പറഞ്ഞു. വിക്രത്തിന് കാര്യം മനസ്സിലായി. പിന്നീട് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ ബാറിലിരുന്ന് മദ്യപിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രശേഖരൻ പറഞ്ഞു, എടാ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല ചാന്ന് പറഞ്ഞു. അവർ പോകാനിടയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു. എടാ സാധാരണ പോകുന്ന സ്ഥലത്തേക്ക് അവർ പോകുമോ? ഒരിക്കലും ഇല്ല. അവരങ്ങനെ ചെയ്യുന്നവരല്ല. കാരണം അവർക്ക് ബുദ്ധിയുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാൻ പാടില്ല. നിൻ്റെ പെങ്ങളാളെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുവച്ചാ? എന്ത് ചെയ്യാനാന്ന് പറ, അന്വേഷിച്ചല്ലേ മതിയാവുള്ളൂ. അല്ലച്ചാ, ഒരു പക്ഷേങ്കിൽ ആ അനിയൻകുട്ടൻ്റെ വീടിൻ്റെ അടുത്തേക്ക് പോയി കാണോ? അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. എടാ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോകത്തില്ല, നിനക്കറിയാലോ. അവനെയും കൂടെ കാണാതെ വരുമ്പോഴത്തേനും നമ്മൾ ആദ്യമൊക്കെ അന്വേഷിക്കുന്ന അവിടെ ആയിരിക്കും എന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് പോകത്തില്ല. പിന്നെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ ആരും അറിയത്തില്ലാത്തൊരു സ്ഥലത്ത് പേരും ഐഡൻറ്റിറ്റിയൊക്കെ മാറ്റിയിട്ട്
അതിൻ്റെ ഒക്കെ മാറ്റിയിട്ട് അവിടെ കഴിയുവാണെങ്കിൽ ആർക്കും ഒരു സംശയം തോന്നത്തില്ലല്ലോ, ആ രീതിയിലായിരിക്കും. അല്ല അത് പിന്നെ അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം, അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കണം. അവിടെയാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത്, അറിയാലോ. ഇല്ലെങ്കിൽ ആ അനിയൻകൂട്ടം വാ തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം ഗോവിന്ദ, നമ്മളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരും. അങ്ങനെ വന്നാൽ പിന്നെ നമുക്കൊരിക്കലും ഒരു രക്ഷയുണ്ടാകത്തില്ല. പിന്നെ നീ ചിലപ്പം മാപ്പ് സാക്ഷിയാവാൻ ശ്രമിക്കുമായിരിക്കും, പക്ഷേ അങ്ങനെ നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അറിയാലോ. നീ കാര്യം പറഞ്ഞ എൻ്റെ പെങ്ങളുടെ മോളാണ്, പിന്നെ എൻ്റെ മകളുടെ ഭർത്താവൊക്കെ തന്നെയാണ്. പക്ഷേ എന്നെ ഒറ്റിക്കൊടുക്കത്തെ മുങ്ങാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല മോനെ ശ്രീകാന്ത് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അയ്യോ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ചോദിച്ചു. ചിന്തിക്കരുത്, പറഞ്ഞു കേട്ടല്ലോ, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒടുവിൽ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോഴാണ് ശ്രീകാന്തിൻ്റെ മനസ്സിലൊരു ഐഡിയ വരുന്നത്. അച്ഛ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു അവരെ കണ്ടെത്താനായിട്ട്. എന്താ? അല്ല പണ്ട് അവർ വിവാഹം കഴിക്കണ സമയത്തെ അവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പത്രത്തിനകത്ത് വാർത്തയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? താലികെട്ട് നടത്തിയതിനെ കുറിച്ചൊക്കെ ക്ഷേത്രത്തിൽ വെച്ച്. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതെടുത്തിട്ട് നമുക്കൊരു വീഡിയോ ആക്കിയിട്ട് ഒരു സോഷ്യൽ മീഡിയ അങ്ങനെ അപ്ലോഡ് ചെയ്താലോ എന്ന് ചോദിച്ചു. എന്നിട്ട് എന്താടാ, അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറച്ച് മാറ്റങ്ങളുണ്ടാവും. അന്നത്തെ ആ കല്യാണ വീരന് ഇപ്പോഴ് കൊലപ്പുള്ളിയാന്നുള്ള രീതിയിൽ അങ്ങ് പ്രചരിപ്പിക്കാം. അപ്പം എവിടെയെങ്കിലും അവനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടികൂടാനായിട്ട് എളുപ്പമാണെന്ന് പറഞ്ഞു. ഓ ശരിയാ, ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോഴാണ് നിൻ്റെ തലയിൽ ഇത്തിരി ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം എനിക്ക് സമാധാനമായി. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തണം എന്നൊക്കെ ചന്ദ്രശേഖരൻ വിക്രത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്. വിക്രത്തിനല്ല, ശ്രീകാന്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്. പിന്നീട് രാത്രി കഴിഞ്ഞപ്പോൾ വേദ കിടന്ന് ഉറങ്ങുമായിരുന്നു. പെട്ടെന്ന് വേദ ഞെട്ടി ഉണർന്നു. പിന്നീട് വേദയ്ക്ക് ഉറക്കം വന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. വേദ പുറത്തേക്ക് വന്നു. വിക്രം പുറത്തെ കട്ടിലേക്ക് കിടന്ന് നല്ലതായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. വേദ അടുത്തിരുന്നു. പിന്നീട് വേദ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തൊക്കെയായിരുന്നു തൻ്റെ കല്യാണത്തിന് ശേഷം സംഭവിച്ചത്, ശരിക്കും എത്രമാത്രം അടിവെച്ചിട്ടുണ്ട് വിക്രമായിട്ട്. ഒടുവിൽ ഇങ്ങനെയായി മാറി. ഒരു ദിവസം തങ്ങൾ തന്നെ ഉണ്ടായിരുന്ന സമയത്ത്, അച്ഛനൊന്നും വീട്ടിലില്ലായിരുന്ന സമയത്ത് തലയണ എടുത്ത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരിക്കലും ഒരുമിച്ച് ചേരുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോഴാണ് വിക്രം കണ്ണൂർന്ന് നോക്കുന്നത്. വേദയെ കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്താ നീ ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു. എന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കൊള്ളാം, എങ്കിൽ പിന്നെ എന്നെ വിളിക്കാൻ വേണമായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ വിക്രമിനെ ശല്യപ്പെടുത്തേണ്ടതെന്ന് കരുതിയിട്ടാന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. വെറുതെ ഇങ്ങനെ ഇവിടെ ഇരിക്കണമെന്ന് തോന്നി. അല്ല നീ എന്താ ആലോചിച്ചുകൊണ്ടിരുന്നേ? നമ്മൾ പണ്ടുണ്ടാക്കിയേ അടിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒരു CCTV വേണ്ടായിരുന്നു പറഞ്ഞു. അതെന്താ? അല്ല അങ്ങനെ CCTV ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം അടി ഉണ്ടാക്കിയതിനെ കുറിച്ച് നമുക്കറിയാൻ സാധിച്ചാലും അതൊക്കെ പിന്നീട് നമുക്ക് റീലാക്കി ഇടായിരുന്നു പറഞ്ഞു. നീ ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ താൻ പണ്ട് കേട്ടുള്ള ഒരു കഥയെക്കുറിച്ച് പറയണം. അങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞു. അതിൻ്റെ അകത്തെ നായകനെക്കുറിച്ചൊക്കെ പറയണം, പ്രണയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നു. ഒടുവിൽ വിക്രം പറഞ്ഞു, നീ ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞു. അതെ, എന്തിനാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാരൊക്കെ തല്ലുപിടിക്കണം ചില സമയത്ത് തോന്നിപ്പോവും. അവർക്ക് പ്രണയിക്കേണ്ടവർക്കാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് പ്രണയിച്ച് നല്ല സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെന്ന് ചോദിച്ചു. അടി വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് ശരിയാ, നീ പറയണേ നായകനൊക്കെ ഇത് പറ്റും, പക്ഷെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ അല്ലെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, ശരിയാ, എന്നാലും നമ്മളിങ്ങനെ ഈ കലഹിച്ച് നടക്കുന്ന സമയത്ത് പരസ്പരം കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെ കൊടുത്തിരിക്കണല്ലേ നല്ലതെന്ന് ചോദിച്ചു. വിക്രം പറഞ്ഞു, ആണോ, അങ്ങനെയാണെന്ന് ചോദിച്ചു. അതെ. എന്താ വിക്രു, നിനക്ക് വീണ്ടും ആ ഗുണ്ടാപ്പണിയിലേക്ക് തിരികെ പോകണമെന്നുണ്ടോ, അതോ ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഇരിക്കണം എന്നാണോ? അതെ, എനിക്കിനിയിപ്പോൾ പഴയ പണിയിലേക്ക് പോകണമെന്നൊന്നുമില്ല, നിൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പരസ്പരം അവർ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും വേദ പോകാനായിട്ട് റെഡിയാവുകയാണ്. ഇന്നു മുതൽ വേദയ്ക്ക് ജോലിക്ക് പോകണം. അങ്ങനെ പോകാൻ റെഡിയായി. ഈ സമയത്ത് വിക്രം പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഗീവർഗീസും മേരിയും കൂടെ അങ്ങോട്ട് വരുന്നത്. മേരി വന്നിട്ട് ചിന്തി, വേദ എന്തേ റെഡിയായെന്ന് ചോദിച്ചു. അവൾ റെഡിയായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഗീവർഗീസ് ചോദിച്ചു, അല്ല വിക്രത്തിന് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പള്ളിയിലേക്ക് പോവാം. അവിടെ അച്ഛനും കുറച്ച് പറമ്പ് കളിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ശരി, പോയേക്കാം, ഞാൻ റെഡിയാ, എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരുങ്ങേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ ഒരുങ്ങി ഇറങ്ങി അങ്ങോട്ട് വരുവാണ്. വേദയെ കണ്ടുകഴിഞ്ഞപ്പോൾ വിക്രം നോക്കി. ഒരു നൈറ്റിയൊക്കെ ഇട്ട് ഒരു ഷർട്ടൊക്കെ ഇട്ടായിട്ടാണ്. കാരണം വെയിൽ വന്ന് കഴിയുമ്പോഴത്തേനും ഷർട്ട് ഇട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കൈയൊക്കെ കരിഞ്ഞു പോകും. തേയിലത്തോട്ടത്തിലെ വെയിലെന്ന് പറയുമ്പോൾ നല്ല വെയിലാണല്ലോ. വിക്രം പറഞ്ഞു, ഇപ്പം കണ്ടാൽ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. തേയിലത്തോട്ടത്തിന് നടുവിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ടീ കമ്പനിയിലെ പരസ്യ മോഡലാന്ന് തോന്നുന്നു പറഞ്ഞു. മേരി പറഞ്ഞു, അതെ,
അത്രയ്ക്ക് പറയുമൊന്നും വേണ്ട, 10 ദിവസം വെയിൽ കൊണ്ട് കഴിയുമ്പോൾ കഴിഞ്ഞുണങ്ങിപ്പോൾ അയ്യോ ഇതെൻ്റെ ഭാര്യയാണെന്ന് തന്നെ ചോദിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ ചിരിച്ചു. വിക്രം പറഞ്ഞു, വേദ അത്രയ്ക്ക് വെയിലാണ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ സൺസ്ക്രീൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, സൺസ്ക്രീൻ മാത്രം ആക്കുന്ന എന്തിനാ, ഒരു കാര്യം ചെയ്യുക, ഇത്തിരി ലിഫ്റ്റിക്കും ഐ ഷാഡോ അതെല്ലാം കൂടെ മേടിക്കുക, തേയിലത്തോട്ടത്തിൽ പണിയാൻ പോകുമ്പം അതാണല്ലോ അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മേരിയും കൂടെ ചിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് വേദ അനിയൻകുട്ടനോട് പറഞ്ഞു, അനിയൻകുട്ട പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അനിയൻകുട്ടൻ ഇങ്ങനെ നോക്കി. പിന്നീട് അനിയൻകുട്ടൻ അവിടെ നിന്ന് ചായ എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ കുറച്ച് മുമ്പ് ചായ കൊണ്ടേ കൊടുത്തിട്ട് അനിയൻകുട്ടൻ അത് കുടിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ആ ചായ എടുത്ത് കുടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി വേദയ്ക്കും വിക്രത്തിനും. വേദ പറഞ്ഞു, വിക്രം നോക്ക് കണ്ടോന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായി അനിയൻകുട്ടിന് മാറ്റമുണ്ട്, അല്ലെങ്കിൽ അനിയൻകുട്ടൻ ഇങ്ങനെ തനിച്ച് ചായയൊന്നും എടുത്ത് കുടിക്കാനായിട്ട് മുതിരില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.